കണ്ണൂർ ജില്ലയിൽ ADM ആയി ജോലി തുടരവെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കൃത്യമായി ചുമതലകൾ നടത്തുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ. അവിടെ ചെങ്കൽ മാഫിയയുടെയും ഭൂമാഫിയയുടെയും വലിയ തോതിലുള്ള ഒരു ആറാട്ട് തന്നെയായിരുന്നു അത്രയും കാലയളവിൽ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഗീത IAS പക്കലുള്ളത്. അതായത് ഈ മാഫിയ സംഘങ്ങളുമായുള്ള വാക്ക് തർക്കം അത് ഒരു കുടിപ്പകയാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. നവീൻ ബാബുവിനെ വകവരുത്തുക എന്നുള്ളത് ഈ മാഫിയ സംഘങ്ങളുടെ ലക്ഷ്യം തന്നെയായിരുന്നു. അവർ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. ഇത് തന്നെയാണ് കൃത്യമായും ആരോപിക്കപ്പെടുന്ന കാര്യം. മാത്രമല്ല, നവീൻ ബാബു പത്തനംതിട്ടയിൽ ജീവനോടെ പോയാൽ കണ്ണൂർ ജില്ലയിൽ ഈ സംഘം, അതായത് ഈ പറയുന്ന മാഫിയ സംഘങ്ങൾ അവരുടെ എല്ലാ കള്ളിയും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു പ്രസ് കോൺഫറൻസോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുകയോ ചെയ്താൽ പത്തനംതിട്ടയിൽ എത്തിയ സൗകര്യപൂർവ്വം അദ്ദേഹം കൃത്യമായും അദ്ദേഹത്തിന് പരിചയമുള്ളവർക്ക് കൈമാറിയാൽ പിന്നെ കണ്ണൂരിൽ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കള്ളക്കളി മുഴുവൻ പൊളിയും. അത് PP ദിവ്യയ്ക്കും PP ദിവ്യ നടത്തുന്ന ഇടപാടുകാർക്കും ഒക്കെ വലിയ വെല്ലുവിളിയായി തീരും എന്ന ആരോപണം ഉയർന്നു കൃത്യമായും. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനെ ഒതുക്കുക, നവീൻ ബാബുവിനെ എല്ലാ നിലയ്ക്കും തടയാൻ ശ്രമിക്കുക എന്നുള്ളത് അപ്രായോഗികമായതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന നിഗമനത്തിലേക്ക് അവർ എത്തിക്കാണും എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. അതായത് എല്ലാ ഫയലുകളും നിരവധിയായ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ നടത്തുന്ന ഇടപാടുകളെ സംബന്ധിക്കുന്ന നിരവധിയായ ഫയലുകൾ അത് നവീൻ ബാബുവിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു കള്ളക്കളിയും നടക്കില്ല. നവീൻ ബാബുവിനോട് മറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിനെ തേജാവധം ചെയ്യുക എന്നുള്ളതാണ്. അതിലും ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിനെ ഡീമോറലൈസ് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ എന്നായാലും വെളിച്ചത്താവും. അപ്പോൾ അദ്ദേഹം എന്ന വ്യക്തി ഇല്ലാതായാൽ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം കണ്ടെത്തിയ സത്യങ്ങളും എന്നേക്കുമായി അവസാനിക്കൂ എന്നുള്ള കൃത്യമായ ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന മഞ്ജുഷയുടെ ആരോപണം അത് ഒരു തീക്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹത്തിൽ ഇത്രയധികം ചങ്കുറപ്പോടുകൂടി പോരാട്ടം നടത്തണമെങ്കിൽ ഒരു പതിവ്രതയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതായത് കൃത്യമായി പറഞ്ഞാൽ കണ്ണകിയെപ്പോലെ, അതായത് തൻ്റെ ഭർത്താവിനെ അപരാധിയായി മോഷ്ടാവായി ചിത്രീകരിച്ച ആ രാജ്യത്തിനെതിരെ ചുടു കണ്ണീർ വീഴ്ത്തി ആ കണ്ണീരിൽ ചുട്ട് ചാമ്പലാക്കും എന്ന് പ്രതിജ്ഞയെടുത്ത കണ്ണകിയുടെ ഒരു അവതാരം ആണ് മഞ്ജുഷയിലൂടെ നമ്മൾ കാണുന്നത്. ഇത് സമാനതകളില്ലാത്ത ഒരു കേസാണ്. കണ്ണകിയെപ്പോലെ തൻ്റെ ഭർത്താവിനെ അപമാനിച്ച് കൊല്ലാക്കൊല ചെയ്ത് ഇപ്പോഴും മാധ്യമ വിചാരണ ചെയ്ത് ഇപ്പോഴും അവരെയും അവരുടെ കുടുംബത്തെയും മോശക്കാരാക്കാൻ ശ്രമിക്കുന്ന കണ്ണൂർ ലോബിക്കെതിരെയുള്ള അചഞ്ചലമായ പോരാട്ടമാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവരെ ചതിച്ചവർക്കുള്ള മറുപടിയാണ്. ഹൈക്കോടതിയിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ നടത്തിപ്പ് വലിയ രീതിയിൽ ഫാബ്രിക്കേറ്റഡ് ആണ്, അവർ ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് സധൈര്യം വിളിച്ചു പറയണമെങ്കിൽ നവീൻ ബാബു കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾ മുമ്പ് അവരോട് ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാനസിക നില, അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ഒരു പ്രവണത എല്ലാം കൃത്യമായി അദ്ദേഹത്തിൻ്റെ പാതി ജീവനായ മഞ്ജുഷയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാതിവൃത്യത്തിൽ മഞ്ജുഷയുടെ ശക്തമായ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത്.